പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്ന മഹത്വകരമായ ഒരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ വാഗ്ദത്തമാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. അതെ, ഈ പുതിയ ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പലവിധമായ പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഓരോ ദിവസങ്ങളും നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പലവിധമായ അന്ധകാര ശക്തികൾ ജീവിതത്തിലെ നന്മയ്ക്കെതിരായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠനത്തിന് വിരോധമായി, സൗഖ്യത്തിന് വിരോധമായി, ആരോഗ്യ മേഖലകൾക്ക് വിരോധമായി, കുടുംബ ജീവിതത്തിന് വിരോധമായി. എന്തിന്? നാം ഉയർച്ച പ്രാപിക്കരുതെന്ന് നമ്മെ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി നമ്മോട് ഇടപെടുമാറാകട്ടെ. ഇന്ന് കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. നീണ്ട 430 വർഷങ്ങളായി അടിമത്വത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഫറവോൻ്റെ ആ കൊട്ടാരത്തിലെ പണിയും, ഫറവോൻ്റെ വയലിലെ പണിയും, ഫറവോന് വേണ്ടി പണ്ടകശാലകൾ പണിയുവാനും, ഫറവോന് വേണ്ടി വലിയ വലിയ പട്ടണങ്ങൾ പണിയുവാനും ഇസ്രായേൽ ജനത്തെ അടിമകളായി മാറ്റി. അടിമത്തനത്തിലിരിക്കുന്ന ആ ഇസ്രായേൽ ജനത്തിന് ഒരു സ്വസ്ഥതയുമില്ലാതെ ദിനരാത്രികൾ കണ്ണുനീരിൻ്റെയും വേദനയുടെയും രാത്രിയിലായിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന തൻ്റെ ജനത്തെ മോശ അഹരോൻ മൂലമായി കർത്താവ് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് നടത്തിക്കൊണ്ടുവരികയാണ്. അവരുടെ യാത്ര മധ്യേ ദൈവത്തിൻ്റെ അഗ്നിസ്തംഭമുണ്ട്, മേഘസ്തംഭമുണ്ട്, കർത്താവ് കൂടെയുണ്ട്. എന്നാൽ ദൈവം കൂടെയുള്ള യാത്രയിലും പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, ശോധനകളുണ്ട്. ഇസ്രായേൽ ജനം അണിയണിയായി പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുൻപിൽ തടസ്സമായി ചെങ്കടൽ നിൽക്കുകയാണ്. 2 ഭാഗങ്ങളിലും വലിയ മലകൾ, പുറകിൽ 600 തേരുകളുമായി, രഥങ്ങളുമായി ഇസ്രായേൽ ജനത്തിനെ തകർക്കുവാൻ വരുന്ന ഒരു ഫറവോനിയ ശക്തി. ഇതിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് നിൽക്കുന്നതായ ഒരു കൂട്ടം ജനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ പകൽക്കാലം രോഗത്തെക്കുറിച്ച്, പ്രതികൂലങ്ങളെക്കുറിച്ച്, കുടുംബ തകർച്ചയെക്കുറിച്ച്, ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്, ജീവിതത്തിൽ അനവധി വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടു കൂടിയാണ് താങ്കളിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് നൽകുന്ന ജയം അല്ലെങ്കിൽ രക്ഷ നിങ്ങളുടെ കണ്ണുകൾ കാണട്ടെ. ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആഴമായി വ്യക്തമായി സംസാരിക്കുകയാണ്. ഇന്ന് നീ ജീവിതത്തിൽ കാണുന്ന പ്രശ്നം 24 മണിക്കൂറിനകമല്ല, നിമിഷങ്ങൾ കൊണ്ട് മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ്. പലരും വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്, നാളെ ഭാഗ്യ ദിവസമെന്ന്. എന്നാൽ നാളെയല്ല, ഇന്നാണ് രക്ഷയുടെ ദിവസം, ഇന്നാണ് അനുഗ്രഹത്തിൻ്റെ ദിവസം, ഇന്നാണ് വിടുതലിൻ്റെ ദിവസം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഇന്ന് കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല എന്ന് പറയുമ്പോൾ ഈ മിസ്രയീമിൻ ആരാണ്? നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന മിസ്രയീമിൻ്റെ ശക്തി എന്തെന്ന് ചില വേദഭാഗങ്ങളിലൂടെ ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ മിസ്രയീമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ പറയപ്പെട്ടിരിക്കുകയാണ്. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പോയി കളയുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അതെ, ബുദ്ധിയായി പെരുമാറുക. മറ്റൊരു പരിഭാഷയിൽ ഇപ്രകാരമാണ് പറയപ്പെട്ടിരിക്കുന്നത്, മിസ്രയീമൻ എന്ന് പറയുന്നവൻ ബുദ്ധിയായി പെരുമാറുന്നവനല്ല, ഉപായം കൊണ്ട് ഗണികളിൽ അകപ്പെടുത്തി
ഒരിക്കലും ദേശം വിട്ടു പോകാതെ ബന്ധിച്ചു കെട്ടുന്നവൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അവൻ അല്പമല്പമായി ആരംഭിച്ച പലതും ഒരു അടിമത്വ ചങ്ങല പോലെ നമ്മെ ബന്ധിച്ച് ഒരിക്കലും നാം ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയുടെ പേരാണ് മിസ്രൈമിൻ്റെ ശക്തി. അത് സ്വഭാവത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ദേശത്തിലാകട്ടെ, ഉപായം കൊണ്ട് നമ്മെ ബന്ധിച്ചു കെട്ടും. ചിലർ മദ്യപാനത്തിന് അടിമകളാണ്. ചില യൗവനക്കാർ ചില ദുർശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. മദ്യത്തിന്, മയക്കുമരുന്നിന് മാത്രമല്ല, ചില കൂട്ടുകെട്ടുകളിൽ, ബന്ധങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തു വരുവാൻ കഴിയാതെ ഊരാ കുടുക്കുകളിൽ അകപ്പെടുന്നതായ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവൻ്റെ പേരാണ് മിസ്രയീം. ബുദ്ധിയായി പെരുമാറണം. ഇവർ ഒരു യുദ്ധം വന്നാൽ നമുക്കെതിരെ തിരിയരുത്. ഒരു യുദ്ധം വന്നാൽ ദേശം വിട്ടു പോകരുത്. ദേശത്തിൽ തന്നെ ഇവരെ ബന്ധിച്ചു കെട്ടുക. ചില ആവിചാരങ്ങൾ കൊണ്ട്, ചില നേർച്ചകാഴ്ച ശക്തികൾ കൊണ്ട്, ചില ഗൂഢതന്ത്രങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തെ ബന്ധിക്കുന്നവൻ, കുടുംബജീവിതങ്ങളെ ബന്ധിക്കുന്നവൻ, വളർച്ചയെ ബന്ധിക്കുന്നവൻ, അവൻ്റെ പേരാണ് മിസ്രയീമിൻ. എന്നാൽ ഇന്ന് മോശ മുഖാന്തരം കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്, ഇന്ന് കാണുന്ന മിസ്രയീമരെ ഇനി ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ ആമേൻ കാണുകയാണ്. ബന്ധിക്കപ്പെട്ട ചിലർ, ആമേൻ, ഭാവി തകർക്കപ്പെട്ടവർ, കുടുംബജീവിതം തകർക്കപ്പെട്ടവർ, ജോലി മേഖലകളിൽ തകർച്ച അനുഭവിക്കുന്നവർ, ചില ബന്ധനങ്ങളിൽ കുരുങ്ങിയിട്ട് പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനമയച്ച് വിടുവിക്കുവാൻ കർത്താവ് ശക്തനാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വാതന്ത്ര്യരായിത്തീരും. മോശയും ആഹരോനെയും ദൈവം എഴുന്നേൽപ്പിച്ച് ഫറവോനോട് സംസാരിക്കുവാൻ ദൈവം പറഞ്ഞു വിട്ട് അവൻ ഇപ്രകാരം ദൈവം പറയുവാൻ പറഞ്ഞു, എൻ്റെ ജനം എന്നെ ആരാധിക്കേണ്ടതിന് അവരെ വിട്ടയക്കുക. ഈ പകൽക്കാലം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തെ നോക്കി, കുടുംബങ്ങളെ നോക്കി, നിങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന വാഴ്ചകളെ, അധികാരങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, ബന്ധനങ്ങൾ അഴിയട്ടെ, അവൻ ഉപായങ്ങൾ മാറട്ടെ, ആ കുടുക്കുകളിൽ നിന്ന് ജനം സ്വതന്ത്രമായി തീരട്ടെ. നമ്മെ ബന്ധിക്കുവാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണ്? അവൻ ഏഷ്യ പ്രവാചകന് പ്രകാരം വിളിച്ചു പറഞ്ഞു, 54 അധ്യായം 17 വാക്യത്തിൽ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. അതെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ഉപായങ്ങൾ ചെയ്താലും, ആരെല്ലാം ഗൂഢതന്ത്രങ്ങൾ മറഞ്ഞാലും, മക്കളുടെ ജീവിതത്തിനെതിരായി, വിദ്യാഭ്യാസത്തിനെതിരായി, ആത്മീയതയ്ക്കെതിരായി, നന്മ പ്രാപിക്കുന്നതിന് എതിരായി ആരെല്ലാം എഴുന്നേറ്റാലും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി പറയുന്നു, നിനക്കെതിരായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 8 വാക്യം, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും, ഒന്ന്, നമ്മെ വിടുവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി. ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലതുമായ ദേശത്തേക്ക്, നല്ല ദേശത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശം അവകാശമായി തരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക. 2, കർത്താവ് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി. 3, ആമേൻ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ലോകത്തിൽ നാം അടിമകളായി ജീവിക്കേണ്ടവരല്ല, ഈ ലോകത്തിനു വേണ്ടി ജീവിക്കേണ്ടവരല്ല, ലോകത്തിന് അനുരൂപമായി മാറേണ്ടവരല്ല, ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടവർ. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിടുവിക്കുമാറാകട്ടെ. രോഗത്തു നിന്ന്, പാപത്തു നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, ശത്രു ബന്ധിച്ചു കെട്ടിയ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുമാറാകട്ടെ. ചിലർ പറയും, എൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകത്തില്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം എന്താണ്?
എന്താണ്? ഞാൻ നശിച്ചു പോകുന്നതിൽ പത്രോസ് പറഞ്ഞതുപോലെ, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കണമോ? യെരമ്യാ പ്രവാചകൻ പ്രകാരം വിളിച്ചു പറഞ്ഞു. അതിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കായ അത്രേ നിരൂപണങ്ങൾ. നന്മയ്ക്കായി അത്രയുള്ള നിരൂപണങ്ങളാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം ചേർന്ന് പറയാമോ? എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറകളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടുള്ളവ അല്ല, അത് നന്മയ്ക്കായിട്ടുള്ളവ തന്നെ, അത് സമാധാനത്തിനായുള്ളവ തന്നെ, അത് അനുഗ്രഹത്തിന് കാരണമായുള്ളവ തന്നെ. ശത്രു ഗൂഢാലോചന ഉണ്ടാക്കുമ്പോൾ, ശത്രു ഗൂഢതന്ത്രങ്ങൾ മെനയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി, നിന്നെക്കുറിച്ചുള്ള ദൈവികമായ പ്ലാൻ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അത് ചെറുതല്ല, വലുതാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ പദ്ധതിയെ നാം മനസ്സിലാക്കിയാൽ, മോശ മുഖാന്തരം, യോശുവ മുഖാന്തരം 33 രാജാക്കളെ സംഹരിച്ചുകൊണ്ട് ദേശത്തെ ദൈവം കൈവശമാക്കി ആ ദേശത്തെ തൻ്റെ ജനത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്ന വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സുരലോകരുടെ ദുഷ്ടാത്മാക്കളുടെ സൈന്യങ്ങളാകട്ടെ, ഏത് വെല്ലുവിളിയാകട്ടെ, അതിനെ പരാജയപ്പെടുത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സർവശക്തൻ. ലോകത്തിൽ ഉള്ളവനേക്കാൾ നമ്മുടെ അകത്തുള്ളവൻ വലിയവൻ. വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നാം സാധാരണമായവരല്ല. ആമേൻ. ഭക്തനായ യോബിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നതായ 3 വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 3 വിധമായ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത് വാക്യം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? വേലി കെട്ടിയിട്ടില്ല. ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും? എന്നെ, എൻ്റെ കുടുംബത്തെ, എനിക്കുള്ളതിനെ ചുറ്റി കർത്താവ് വേലി കെട്ടിയിരിക്കുകയാണ്. ഈ വേലിയെ തകർത്തുകൊണ്ട് ശത്രുവിന് അകത്ത് കടക്കുവാൻ കഴിയത്തില്ല. ഉപായങ്ങൾ ചെയ്യട്ടെ, ഗൂഢാലോചനകൾ ചെയ്യട്ടെ, അവൻ രഹസ്യമായ ആലോചനകൾ ഉണ്ടാക്കട്ടെ, എന്നെ തകർക്കുവാൻ പദ്ധതികൾ ഒരുക്കട്ടെ. എന്നാൽ ദുഷ്ടന്റെ ഒരു തീ അമ്പുകളും എൻ്റെ ഭവനത്തിന് നേരെ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം, ശുശ്രൂഷയ്ക്കെതിരെ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം, എതിരായി എഴുന്നേൽക്കുന്ന സകല ആയുധങ്ങളെയും തകർത്തുകൊണ്ട് അതിനുമേൽ ജയം തരുവാൻ കർത്താവ് കോട്ടയായി, കർത്താവ് വേലിയായി നിൽക്കുകയാണ്. സഖറിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അവൻ നമുക്ക് ചുറ്റിലും അഗ്നിമതിലായി നിൽക്കുകയാണ്. ഈ മതിൽ ചാടി ഒരു ശക്തിക്കും വരുവാൻ കഴിയത്തില്ല. ഫറവോനിയ വെല്ലുവിളികളാകട്ടെ, മിസ്രൈമിൻ്റെ ശക്തികളാകട്ടെ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പറയുക, ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിഷക്തന്മാരെ തകർക്കുവാൻ, ശുശ്രൂഷയുള്ളവരെ തകർക്കുവാൻ, പ്രാർത്ഥിക്കുന്നവരെ തകർക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരെ തകർക്കുവാൻ ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ ദൈവം നമുക്ക് കോട്ടയായി, നമുക്ക് പരിചയായി, വേലിയായിരുന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം ഇപ്രകാരം വായിച്ചു കേൾക്കാം. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലേണമെന്ന് കൽപ്പിച്ചു. അതെ, നന്മ ചെയ്യുന്നവനായ ഒരു ദാവീദ്, ശത്രുക്കളെ പരാജയപ്പെടുത്തിയവനായ ദാവീദ്,
ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തവനായ ദാവീദ്, അഭിഷേകം പ്രാപിച്ചവനായ ദാവീദിനെ കൊല്ലുവാൻ ശൗൽ ഉപായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അമലേക്കിനെ തകർക്കുവാൻ. എന്നാൽ അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ ശുശ്രൂഷയുള്ള അഭിഷക്തനായ ദാവീദിനെ കൊല്ലുവാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും ലക്ഷ്യങ്ങൾ മാറിപ്പോയി, പലരുടെയും കാഴ്ചപ്പാടുകൾ മാറിപ്പോയി, ദർശനങ്ങൾ മാറിപ്പോയി, വിളികൾ മാറിപ്പോയി. എന്തിനു വേണ്ടി ദൈവം വിളിച്ചോ, എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തോ ആ ദൗത്യം ചെയ്യുന്നതിന് പകരം ആമേൻ ശത്രുവിനെ ഉന്മൂലനാശം ചെയ്യുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ശൗൽ ഇന്ന് ദാവീദിന് നേരെ എഴുന്നേൽക്കുന്നത് പോലെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന്, സ്വന്തം ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷക്കാരിൽ നിന്ന്, കൂടപ്പറപ്പുകളിൽ നിന്ന്, സ്നേഹിതന്മാരിൽ നിന്ന്, സഭകളിൽ നിന്ന് വെല്ലുവിളികൾ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ശത്രു ആരെ എഴുന്നേൽപ്പിച്ചാലും യെശയ്യാ 54:17 നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. കാരണം ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരിക്കലും നിൻ കാണത്തില്ല. ചുറ്റിലും വേലികെട്ടി സംരക്ഷിക്കുന്ന കർത്താവ് നമുക്ക് ചുറ്റിലുമുള്ളപ്പോൾ ഒരു ശത്രുവ് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. ദാവീദിനെ കൊല്ലേണ്ടതിന് ശൗൽ പല പ്രാവശ്യം പദ്ധതികൾ ഒരുക്കി. തൻ്റെ കുന്തം കൊണ്ട് പല പ്രാവശ്യം അവനെ കൊന്നുകളയുവാൻ കുന്തം എറിഞ്ഞു, കുന്തം വീങ്ങി ആമേൻ ഓങ്ങി. എന്നാൽ ഒരിക്കൽ പോലും അത് ദാവീദിൻ്റെ അടുത്ത് പോലും വരുവാൻ കഴിയാതെ വേണ്ട കർത്താവ് വേലികെട്ടി സംരക്ഷിച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഏതെല്ലാം ഭാഗത്ത് നിന്ന് ആയുധങ്ങൾ വരട്ടെ, വിശ്വാസത്തോട് ദൈവമക്കൾ പറയട്ടെ, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ശത്രുവിൻ്റെ തീ അമ്പുകളും എന്നെ തൊടത്തില്ല. കർത്താവ് എനിക്ക് ചുറ്റും കോട്ടയായി മതിലായി നിൽക്കുന്നു. അവൻ എന്നെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു അന്ധകാര ശക്തിയും എന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം ഫറവോനിയ ശക്തിയെക്കുറിച്ച് നാം തിരിച്ചറിയണം. പലവിധമായ ദുഷ്ടശക്തികൾ ഈ ലോകത്തിലുണ്ട്. ഫറവോന്റെ ആമേൻ ആത്മാവെന്ന് പറയുന്നത് തടസ്സം നിൽക്കുന്ന ഒരു ശക്തി. അമലേക്കിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ആമേ പെട്ടെന്ന് വന്ന് നമ്മെ നശിപ്പിക്കുവാൻ നോക്കുന്ന ശക്തി. അമ്മോൻ പുത്രന്മാരുടെ ഒരു ശക്തിയുണ്ട്, മോവാബിൻ്റെ ശക്തിയുണ്ട്, പിലയാമൻ്റെ ശക്തിയുണ്ട്. ഇങ്ങനെ ഓരോ ആത്മാക്കൾ ഈ ദേശത്തിലുണ്ട്. മീദിയാൻ്റെ കൂട്ടം, പല ജാതികൾ, ഓരോ ജാതികളും ഓരോ കാറ്റഗറിയിൽപ്പെട്ടതാണ്. അത് അവൻ ദൈവജനത്തിന് വിരോധമായി വാളെടുക്കുന്ന, ഗൂഢതന്ത്രങ്ങൾ ചെയ്യുന്ന, എങ്ങനെയെങ്കിലും ദൈവജനത്തിൻ്റെ നന്മയെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്നവയാണ്. ഈ പകൽക്കാലം പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവുമായിരിക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സുരലോകത്തിലെ ദുഷ്ടാത്മാക്ക സൈന്യങ്ങളോടും നമുക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ ജയിക്കുവാൻ അവൻ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർക്കങ്ങൾ ധരിച്ചുകൊള്ളണം. വചനമെന്ന വാളെടുത്തുകൊള്ളണം. ആത്മാവിൽ യുദ്ധം ചെയ്യണം. ജഡത്തിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോകുവാനുള്ളവരല്ല, ആത്മാവിൽ യുദ്ധം ചെയ്യുക. വീട്ടിൻ്റെ അകത്ത് അമലേക്കിൻ്റെ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ, ശുശ്രൂഷയ്ക്കെതിരായി അമലേക്കിൻ്റെ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ, മോശയെ പോലെ പടിയുമായി കരമുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അഭിഷക്തന്മാർ വീട്ടിൻ്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്ന മാതാവ് എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്ന പിതാവ് എഴുന്നേൽക്കട്ടെ. കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കേണ്ടതിന് മുട്ടിൽ മേൽ ഇടിവിൽ നിൽക്കുന്ന ജനമുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ പകൽക്കാലം യുദ്ധം നമ്മുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാലും. ഹല്ലേലൂയ. ഒന്നാമത് ഫറവോനിയ ശക്തി, മിസ്രൈമിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഉപായത്താൽ അല്ലെങ്കിൽ അസൂയയാൽ, നേർച്ചകാഴ്ചയാൽ, നമുക്കറിയാത്ത മേഖലകളിൽ കൂടെ നമ്മെ ബന്ധിക്കുവാൻ ഒരുങ്ങുന്നതായ ശക്തി. രണ്ടാമത് മിസ്രൈമിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുറപ്പാട് പുസ്തകം 1-ാം വാക്യം. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അതെ, രണ്ടാമത് പീഡിപ്പിക്കുന്ന ശക്തി. ഒന്ന് ഉപായം കൊണ്ട് തകർക്കുവാൻ നോക്കും, അത് പരാജയപ്പെടുമ്പോൾ രണ്ടാമത് പീഡിപ്പിക്കുക,
ഭയപ്പെടുത്തുക, നിരുത്സാഹപ്പെടുത്തുക, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നമുക്ക് ഭാരങ്ങളെ വർദ്ധിപ്പിക്കുക. ഇതാണ് മിസ്രയീമിൻ്റെ ശക്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കഷ്ടതകളും പരിഹാസങ്ങളും ഇല്ലാത്ത ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം റോസാപ്പൂക്കളുടെ മേലുള്ള ജീവിതമല്ല. ആ റോസാപ്പൂ എഴുന്നേൽക്കുന്നത് പോലെ മുള്ളുകളുടെ ഇടയിലുള്ള ജീവിതമാണ്. മുള്ളുകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. കർത്താവായ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായ ക്രിസ്തു നമുക്ക് മുൻപാകുമുണ്ട്. അവൻ പീഡനങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. പല മേഖലകളിൽ നിന്ന് നമ്മുടെ വർധനവ് കാണുമ്പോൾ, നമ്മുടെ പെരുക്കം കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ വിജയം കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ, നമ്മുടെ കുടുംബത്തിലെ സമാധാനം കാണുമ്പോൾ, നമ്മുടെ ഹല്ലേലൂയ സഭയിലെ ഐക്യത കാണുമ്പോൾ, നമ്മുടെ ജനത്തിൻ്റെ ഹല്ലേലൂയ സന്തോഷം കാണുമ്പോൾ, സഹിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം എഴുന്നേറ്റ് പീഡിപ്പിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഒരു സന്തോഷ വാർത്ത ഈ പകൽക്കാലം പറയുവാൻ ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. എത്ര മാത്രം ശത്രു പീഡിച്ചാലും അത്രയും ഇരട്ടി ശക്തിയോടെ ദൈവജനത്തിനൊരു വളർച്ചയുണ്ട്, ഒരു ഹല്ലേലൂയ അനുഗ്രഹമുണ്ട്. പീഡനങ്ങൾ, ഹല്ലേലൂയ വെല്ലുവിളികൾ നമ്മെ തകർക്കുവാനല്ല. അനുഭവത്തിൽ നിന്ന് പറയാം, ഓരോ വെല്ലുവിളികൾ കഴിയുമ്പോഴും അടുത്ത ലെവലിലേക്ക് ദൈവം കൊണ്ടുവരും. ചിലരുടെ സീസണുകൾ മാറുവാൻ പോകുന്നു, ചിലരുടെ ജീവിത ശൈലികൾക്ക് മാറ്റം വരുവാൻ പോകുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്നലകളിൽ നീ അനുഭവിച്ച കഷ്ടത, ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനകൾ, ഇന്നലകളിൽ നീ കണ്ടതായ ബുദ്ധിമുട്ടുകൾ, നീ അനുഭവിച്ചതായ കണ്ണുനീരിൻ്റെ താഴ്വരയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നെ ഉയർത്തിയത്. ഇനി കടന്നു വരുന്ന കഷ്ടതയെക്കുറിച്ചോ ഉപായങ്ങളെക്കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് നിൽക്കുക. നാം ധൈര്യമായി നിൽക്കും തോറും ശത്രുവിൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ഭയമുണ്ടാകുവാൻ പോകുന്നു. ഫറവോൻ വലിയവനാണ്, ഫറവോന് സൈന്യമുണ്ട്, ഫറവോന് യുദ്ധവീരന്മാർ ഫറവോന്റെ കൊട്ടാരത്തിൽ വിറകൽ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ വിശ്വാസത്താൽ പറയുകയാണ്, ദൈവജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്നവരുടെ കുടുംബങ്ങളിൽ ഭയം പിടിച്ചു കടഞ്ഞു. ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. മത്തായി 16:18 ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞവർ നമ്മെ പണിത് ഉയർത്തും, പൊന്നായി മാറ്റും. വിശ്വസിക്കാമോ? മൂന്നാമതായി ഫറവോനിയ ശക്തി. മിസ്രൈം എന്ന് പറഞ്ഞാൽ ആര്? ഒന്ന്, ഉപായം കൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്നവൻ. രണ്ട്, പീഡനങ്ങൾ കൊണ്ട് തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നവൻ. മൂന്നാമത്, തലമുറകളെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നവൻ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യവും 22-ാമത് വാക്യവും. എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സ്തുതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അവനെ കൊല്ലണം. ആൺ കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള കൽപ്പന. 22-ാമത്തെ വാക്യം. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും തന്റെ ജനത്തോട് കൽപ്പിച്ചു. ഒന്നാമത് സൂതികർമ്മിണികളോട് കൽപ്പിച്ചു. രണ്ടാമത് മിസ്രൈമിലുള്ള സകല ജനത്തെ നോക്കി കൽപ്പിക്കുകയാണ്, അവൻ ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും ആമേൻ വെള്ളത്തിൽ ഇട്ട് കളയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീകമായ തലമുറകൾ ജനിക്കണം, ദർശനമുള്ള തലമുറകൾ എഴുന്നേൽക്കണം. മോശമാർ ജനിക്കണം, യോഹന്നാന്മാർ ജനിക്കണം, ജോഷിയാമാർ ജനിക്കണം, ശമുവേൽ ബാലകന്മാർ ജനിക്കണം, എസ്തറിനെ പോലെയുള്ളവർ ജനിക്കണം, ദെബോറയെ പോലെയുള്ളവർ ജനിക്കണം. ഇങ്ങനെ ജന്മത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ആമേൻ പിറക്കുന്ന ജനത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നതായ ഫറവോനിയ ശക്തി. ഈ ശക്തി എഴുന്നേറ്റ്
ലക്ഷ്യമിട്ടിട്ട് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനേകം ആൺമക്കളെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുകയാണ്. എന്നാൽ ദർശനമുള്ള ഒരു അമ്മ, ഒരു കാഴ്ചപ്പാടുള്ള അമ്മ, ആ അമ്മ ഇപ്രകാരം ചിന്തിച്ചു, എല്ലാ കുഞ്ഞുങ്ങളെയും വെള്ളത്തിലിടുമ്പോൾ ഞാൻ എൻ്റെ മകനെ വെള്ളത്തിൽ മുക്കി കൊല്ലത്തില്ല. എൻ്റെ മകന് വേണ്ടി ഞാൻ ദൈവം തരുന്ന ആലോചന പ്രകാരം നിൽക്കും. ഒരു നാങ്ങണപ്പെട്ടകമുണ്ടാക്കി അതിൽ പശയും കീലും തേച്ച് അവനെ സംരക്ഷിക്കുവാനിടയായി. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മിസ്രൈമിൻ്റെ ശക്തി തലമുറകളെ തകർക്കുവാൻ കേരളത്തിൽ എത്രയോ തലമുറകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ തകർക്കപ്പെടുകയാണ്, കോളേജുകളിൽ തകർക്കപ്പെടുകയാണ്. മയക്കുമരുന്ന് അതികഠിനമായി ഈ ദിവസങ്ങളിൽ കേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനങ്ങൾ, ദുർശീലങ്ങൾ, മക്കളെ കാണാനില്ല എന്നുള്ളതായ വാർത്തകൾ, അടിമത്വങ്ങളിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ ഫറവോനിയ ശക്തികൾ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥന എന്ന ഒരു പെട്ടകം തീർക്കുവാൻ കഴിയുമെങ്കിൽ, അമ്മ ചെയ്തതുപോലെ ഒരു നാങ്ങണപ്പെട്ടകം, ഉപവാസം, പ്രാർത്ഥന തലമുറകൾക്ക് വേണ്ടി ഇടിവെന്നാൽ മോശയെ തകർക്കുവാൻ, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ, ദർശനമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്ക് ചേർന്ന് പറയുവാൻ കഴിയും, ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരു നാളും നീ കാണത്തില്ല. ദൈവം എന്തെങ്കിലും വചനം നൽകിയിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരം പ്രതി ദൈവം നിവർത്തീകരിക്കും. അവൻ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. പോസ്റ്റ് പറയുന്നവനല്ല നമ്മുടെ ദൈവം. അതേ ഫറവോനിയ ശക്തികളെ ചെങ്കടലിൽ കൂടെ ദൈവം കടത്തി. മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിൽ കൂടെ കടന്നു വന്നപ്പോൾ ഒരേ വഴി, എന്നാൽ രണ്ട് വ്യത്യാസം. ഒരേ വെള്ളം, രണ്ട് വ്യത്യാസം. ഒരേ കടൽ, രണ്ട് വ്യത്യാസം. ഒരേ വെള്ളത്തിൽ വഴി ഉണ്ടായപ്പോൾ ആ വഴി ഇസ്രായേൽ ജനത്തിന് രക്ഷയ്ക്ക് കാരണമായി തീർന്നപ്പോൾ അതേ വെള്ളമും ചെങ്കടലും മിസ്രൈമിന്റെ ശക്തിക്ക് ശവകുടീരമായി മാറ്റപ്പെടുവാനിടയായി. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു പെട്ടകം, ഒരു വെള്ളം. എന്നാൽ ആ വെള്ളം നോഹയ്ക്കും കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി തീർന്നപ്പോൾ അതേ വെള്ളം സാത്താന്യ ശക്തികൾക്ക്, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് നാശത്തിന് കാരണമായി. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്ന് കാണുന്ന മിസ്രൈമരെ ഇനി ഒരു നാളും നാം കാണുകയില്ല. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ഫറവോനിയ ശക്തികൾ, അന്ധകാര ശക്തികൾ കീഴ്പ്പെടട്ടെ. ദൈവവചനം പറയുന്നത് പോലെ ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന വചനപ്രകാരം ഒരു നാളും മിസ്രൈമിൻ്റെ ശക്തികൾ കുടുംബങ്ങളെയോ ശുശ്രൂഷകളെയോ വ്യക്തി ജീവിതങ്ങളെയോ തലമുറകളെയോ തൊടുവാൻ അനുവദിക്കാതെ വേണ്ട ദൈവം പരിപാലിക്കും. മഹത്വം കർത്താവിന്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവോനികൾക്കിടം നല്ല പിതാവേ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്ദേശങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.